എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഈ അന്വേഷണത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെന്റിനോ യാതൊരുവിധ ആശങ്കയുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണർ നടപ്പില്ല. മുറ്റത്തെ കിണറിനൊന്ന് പോവുക. ഒരു കാരണവശാലും ഇത് ഏതെങ്കിലും രൂപത്തിൽ പാർഷ്യാലിറ്റി ആയി പോകരുത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന രൂപത്തിൽ അങ്ങനെ അർത്ഥം വരുന്ന നിലയിലേക്ക് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത്. പലപ്പോഴും ആ രൂപത്തിൽ ഇത് സാമാന്യവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പാർശ്വവൽക്കരിക്കുന്ന നിലയിലേക്ക്, ഒരു ഇടുങ്ങിയ നിലയിലേക്ക് ഇത്തരം ചർച്ചകളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇക്കാര്യം ഞങ്ങൾക്ക് തലയിൽ മുന്നിട്ട് നടക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ കോന്നി MLA ഈ കേസിൽ റിമാൻഡിൽ കിടക്കുകയാണ്. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിസ്സംശയം തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ പടിമുറ്റത്ത് പോലും സ്ഥാനമുണ്ടാകും. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റ് അറസ്റ്റ് ചെയ്ത ആളുകളുടെ രാഷ്ട്രീയ പിൻബലത്തെ സംബന്ധിച്ച്, അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളെ സംബന്ധിച്ച് ബോധപൂർവം ചില ആളുകളെങ്കിലും തമസ്കരിച്ച് വർത്തമാനം പറയുക. അത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്ക്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അതിനെയെല്ലാം ആട്ടി അകറ്റിക്കൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാത്രം നിൽക്കണം, അവരുടെ തലയ്ക്കുമേൽ മാത്രം നിൽക്കണം, ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട എന്ന പിടിവാശി ചില ആളുകൾ നടത്തുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ മുന്നോട്ട് വന്ന് ദുരാരോപണങ്ങൾ ചൊരിയുകയാണ്. അദ്ദേഹം ആരോപണങ്ങൾ ചൊരിയുമ്പോൾ ആ ആരോപണങ്ങൾക്കകത്ത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകണം. താങ്കൾ പറയുന്നു ഇത് എന്താണ്, ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ടയ്ക്ക് ശരിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ജനങ്ങളിൽ എന്താണ് ജനനന്മയിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും നേതാക്കൾക്ക് ചെയ്യാൻ പറ്റിയ പണിയാണോ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെ അടിച്ചുമാറ്റലും കൊള്ളയും? നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്കുക, ഈ പറയുന്ന അന്താരാഷ്ട്ര കടത്ത് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് എന്താണ്, ഇത് ഗോവർദ്ധനും പോറ്റിയും ആരോ ചേർത്ത് ഉരുക്കി അവരെടുത്തു പണം കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് കരുതി ഡയമെൻഷൻ മാറി ഇത് കടൽ കടന്നും 500,000 കോടിക്കൊക്കെ കടത്തിയെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിൽ മൊഴികൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മാനമുള്ള ഒരു കേസിൽ, ഒരു മാരകമായ കൊള്ളക്കേസിൽ, ഒരു മാഫിയ കേസിൽ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി രംഗം ജയിലിലാണ്. ഇപ്പോഴും ഒരു നടപടി എടുക്കുന്നില്ല. ശ്രീ സുരേഷ് കുമാർ, ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്തോ ഇത് പൂർണ്ണമായി തെളിയുകയാണെങ്കിൽ മാത്രം നടപടി എന്നാ പറയുന്നത്. എല്ലാ കാലം നിങ്ങൾ അങ്ങനെ ആയിരുന്നോ? എല്ലാ കേസിലും നിങ്ങൾ അങ്ങനെയാണോ കാര്യം ചെയ്യുന്നത്? കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണതയിലെത്തുന്നതിന് മുൻപേ നമ്മൾ എന്താണ് മുൻവിധിയിലേക്ക് പോകുന്നത്? നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻവിധിയിൽ പോകുന്നു എന്ന് മാത്രമല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഇതിനെ ഏതെങ്കിലും രൂപത്തിൽ പാർഷ്യലായി ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരനാണോ സുരേഷ് കുമാർ? അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട്. കോന്നി MLA ഈ കേസിൽ റിമാൻഡിൽ കഴിയുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കന്മാരുമായി വളരെ വ്യക്തിപരമായും പൊതു ബന്ധമുള്ള ആളുകൾ, അവരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്ന് മാത്രമല്ല, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അവരെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പോലും ആട്ടി അകറ്റുന്നതിന് പ്രത്യേക ലൈസൻസ് കിട്ടിയതുപോലെയാണ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ. ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് പോലും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഒരു സംരക്ഷണവും ലഭ്യമാകില്ല. ആ സംരക്ഷണം എന്നെ സംശയിക്കരുത്. ഇപ്പോഴും അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നെങ്കിൽ, ഇപ്പോഴും അദ്ദേഹം CPM ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നെങ്കിൽ അത് സംരക്ഷണമാണ്. ഇതിപ്പോ ഇത്ര മാത്രം അന്വേഷിക്കാൻ എന്തിരിക്കുന്നത്? അല്ല, നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരുന്ന നിലയിലേക്കാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. മന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടാവുന്നു, മന്ത്രി രാജിവെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബാക്കി സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ സ്വാധീനിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ആ മന്ത്രി പൂർണ്ണമായി കുറ്റക്കാരനാണ് തെളിഞ്ഞുകൊണ്ടല്ല. അതേ മട്ടിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം
ഈ ഗുരുതരമായ കേരളം ഇതുവരെ കാണാത്തൊരു ക്ഷേത്രക്കൊള്ള കേസിൽ അകത്ത് കിടക്കുമ്പോൾ ഇപ്പോഴും അയാൾ ജില്ലാ കമ്മിറ്റിയിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് അർത്ഥം. ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അയാളെ അറിയപ്പെടുന്ന ദാവൂദ് മണി എന്നാണ്. ഡി മണി എന്ന് പറയുന്നത് ദാവൂദ് മണി എന്നാണ്. എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളൂ. അയാൾ ഈ പറയുന്ന പോലെ കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളാണ്. ആന്റിക്കിൽ പ്രത്യേകിച്ചും ആന്റിക് വാല്യൂ ഉള്ള മെറ്റീരിയലുകൾ അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത്. അത് ശരിയാ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുഭാഷ് കപൂർ ഉണ്ടല്ലോ, സുഭാഷ് കപൂറിന്റെ ഒക്കെ അച്ഛനാണ് ഇയാൾ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഈ പ്രോപ്പർട്ടീസ്, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉള്ള പ്രോപ്പർട്ടീസ് ഉൾപ്പെടെ ഇയാൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം വരുന്നത്. അങ്ങനെയാണ്, ആ രീതിയിലാണ് വന്നേക്കുന്നത്. ഈ അലിഗേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ബ്രൂണോയിലെ സുൽത്താൻ വരെ വിട്ടേക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ഈ രീതിയിൽ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ളപ്പോ ഈ SIT ഈട്ടാവട്ടത്തുള്ള ഈ SITക്ക് അതും ഈ ഗവൺമെന്റ് പിടിച്ചു വെച്ചേക്കുന്ന SITയെ കൊണ്ട് ഇത് അന്വേഷിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ആത്മാർത്ഥതയുള്ള CBI ഓഫീസേഴ്സ് അന്വേഷിച്ചാൽ ഇത് കണ്ടുപിടിക്കാം. അത്രയും വലിയ ഒരാളാണ്, ചില്ലറക്കാരനൊന്നും അല്ല. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. അയാളെയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഈ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിനകത്തുള്ള ഈ SITയെ കൊണ്ടൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത്രത്തോളം വലിയ ഒരാളാണ്. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അയാൾക്ക് അത് ഇന്റർനാഷണൽ ബന്ധങ്ങളുണ്ട്. ഇന്റർനാഷണൽ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് പോലുള്ള നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണെന്നാണ് കേട്ടത്. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. അത് കേട്ടറിവാണ്, എനിക്ക് നേരിട്ട് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ ഒരാളെ കാര്യം പറയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ SITയെ കൊണ്ട് ഇത് അന്വേഷിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരിക്കലും. ഇവിടെ പോലുമുള്ള ആളുകളെ ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ വേണമെങ്കിൽ ഇവർക്ക് റെഡിയാക്കി എടുക്കാമായിരുന്നു ഇതിന്റെ അന്വേഷണം മേലോട്ട് പോയത്. ഞാൻ പറഞ്ഞില്ലേ, പത്മകുമാറിന്റെ അറസ്റ്റോട് കൂടി അന്വേഷണം അങ്ങ് മുരടിച്ചപ്പോ അതായത് ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ വരെ മതി, ഇത്രയും മതി കേട്ടോ, ഇത് കൂടുതൽ അങ്ങനെ. ഇതിന്റെ പുറകിൽ നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല, ഒരുപാട് വലിയ പുള്ളികളുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഊഹം പോലും നമുക്ക് ഒക്കത്തില്ല. ആ രീതിയിലുള്ള ഇടപാടാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ബന്ധങ്ങളോടുകൂടി ഇത് അസ്തമിച്ചു പോകാതിരുന്ന നന്നായി. യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമി തന്നെ ഇറങ്ങി വരണം. ഇതൊക്കെ നമ്മുടെ രാജ്യം കടന്നിട്ടുണ്ട് ഈ മുതലൊക്കെ. ഇതൊക്കെ പോയിട്ടുണ്ട്. ഇത് ദുബായ് വഴി ഇത് ഡീൽ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. എല്ലാം പോയിട്ടുണ്ട്. സ്വർണം വീണ്ടെടുത്തെന്ന് പറഞ്ഞു. ഈ ഉരുക്കിയെടുത്ത സ്വർണം എന്ന് പറയുന്നത് 2019 മുതൽ 2025 വരെ SIT വരും, അവർക്ക് കൊടുക്കാൻ വെച്ചേക്കായിരുന്നു അയാൾ. ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മളൊക്കെ പൊട്ടന്മാരാണോ ബിനു? ഇതാ ഞാൻ പറഞ്ഞു, ഇതുപോലെ മുഴുവൻ കള്ളത്തരമാണ് ഈ നടന്നത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടഴിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? എനിക്ക് കൂടുതൽ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ മണി ലോണ്ടറിങ് ഉണ്ടെന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ EDയുടെ ആ പ്രസൻസിന് നമുക്ക് ഒരു സാധൂകരണം നൽകുന്നുള്ളൂ. പക്ഷേ അല്ലാതെ ED വരുന്നതിനാണ്, ഇതൊക്കെ ഒതുക്കാനാണ്. ഞാൻ ഉള്ള കാര്യം അങ്ങ് പറയുകയാണ്. ED വന്നേക്കുന്നത് വിനു പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കേസുകൾ കണ്ടു. ED വന്നേക്കുന്നത് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ED വന്നിട്ട് വന്നിട്ട് ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിലായിട്ട് അങ്ങ് മാറും, അതങ്ങ് പോവും. അങ്ങനെ ആകരുത്. അങ്ങനെ ആകാതെ യഥാർത്ഥത്തിൽ ഇത് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ഹൈക്കോടതി മോണിറ്റർ ചെയ്യണം. എന്റെ ആകെ 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.